ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഞാൻ നേരത്തെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് എന്ന് മനസ്സിലായ സമയത്ത് നിലവിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമർ ആയിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. കമ്പനിയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ലീഗലായിട്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഉള്ള കമ്പനിയാണോ, ഇത് ശരിയാണോ, നാളെ ഒരാളോട് പറയുന്ന സമയത്ത് ഇത് ലീഗലായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് കൂടിയാണോ എന്നൊക്കെ എനിക്കൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയ സമയത്ത് ഇത് കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിൽ ഇന്ന് ഒരു മിനിസ്റ്റർ അടക്കമുള്ള ഒരു മേഖലയാണ് ഡയറക്ട് ഇൻഡസ്ട്രി എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. GR അനിലാണ് ഇന്ന് മന്ത്രിയായിട്ടുള്ള GR അനിൽ സാറാണ് ഇതിന്റെ കൺസ്യൂമർ അഫയേഴ്സിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ളത്. 2016 കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഒരു എന്താ പറയാ നിയമം കൊണ്ടുവരികയും ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയും അതിനുശേഷം ഈ പറയുന്ന കേരള സർക്കാർ 2017 ശേഷം നിയമസഭയിൽ ഇത് പാസ്സാക്കുകയും അതിനുശേഷമാണ് ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ രൂപം കൊണ്ടത്. ഈ പറയുന്ന ഗിഫ്റ്റ് അടക്കം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ടാക്സേഷൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് അടക്കം മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഏത് തൊഴിലാളി സംഘടനയിലും നമുക്ക് അംഗത്വം എടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ്.com.